NABH 6th edition, ഹോസ്പിറ്റൽ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അച്ചീവ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽ പാർട്ടാകണം എന്നതിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഷ്യൻസിൻ്റെ സർവീസസ് ക്വാളിറ്റിയുടെയും സേഫ്റ്റിയുടെയും കൊടുക്കുന്നതിന് പുറമെ ചില സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് AAC 11 ഒന്നാമത്തെ ചാപ്റ്ററിലെ 11ാമത്തെ സ്റ്റാൻഡേർഡ് ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരു 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ AAC 11 എന്ന് പറഞ്ഞത് ദ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ സേഫ് കൊളാബറേറ്റീവ് ആൻഡ് കൺസിസ്റ്റൻറ്റ് മാനർ എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലൊരു 5 ഒബ്ജക്റ്റീവ് എലമെൻ്റ്, 5 കമ്മിറ്റ്മെൻ്റാണ്. ഉപേക്ഷിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ പറയുന്നത് നമുക്കൊരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയർ ആസ് പെർ ദ സ്കോപ്പ് ഓഫ് അവർ സർവീസ്. നമ്മുടെ സർവീസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിലുള്ള ഒരു പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയറിന് നമുക്ക് കൃത്യമായൊരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. പിന്നെയോ ഈ ഓർഗനൈസേഷനിൽ നമുക്ക് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ഉള്ള സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടാവണം. എന്തിനാണ്? കമ്മ്യൂണിക്കേബിൾ ഡിസീസസ് ഫൈൻഡ് ചെയ്യാനായിട്ട്. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നു പോകുന്ന പേഷ്യൻസ് മാനസികമായി സംഘർഷത്തിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻറ്റിനോ പേഷ്യൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഒരു മെൻ്റൽ ഹെൽത്ത് സ്ക്രീനിങ് പ്രോഗ്രാം അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഇമ്മ്യൂണൈസേഷനുള്ള ഒരു സംവിധാനം നമ്മുടെ ഹോസ്പിറ്റലിൽ അറേഞ്ച്ഡ് ആയിരിക്കണം. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഉണ്ടാവണം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട്. നമ്മളുടെ ഹോസ്പിറ്റലിരിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായൊരു പർട്ടിക്കുലർ ഡിസീസുമായിട്ട് ആൾക്കാർ എത്തുന്നുണ്ട്. അത് ആ ഏരിയയിലൊരു ലൈഫ് സ്റ്റൈൽ ആണ് അതിൻ്റെ കോസ് എങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഉണ്ടാവണം. ഇങ്ങനെ 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെയാണ് ഈ ഒരു AAC 11 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് കടന്നു പോകുന്നത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന് വേണമെങ്കിൽ ഉപേക്ഷിക്കാം. പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഏരിയയാണ്. പക്ഷേ നമുക്ക് ഒരു സ്റ്റാൻഡേർഡുള്ള ഹോസ്പിറ്റലായി വരണമെങ്കിൽ ഇത് വേണമെന്നാണ് NABH പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ഒരു നല്ല നാളെ, അതിനാണല്ലോ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ NABH അക്രഡിറ്റേഷനും NAAC അക്രഡിറ്റേഷനും ഒക്കെ വെച്ച് നമ്മളുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോരാ, നല്ലത് കിട്ടണം, ക്വാളിറ്റി ഉള്ളത് കിട്ടണമെന്ന ബോധം ഈ തലമുറയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. വരുന്ന തലമുറ അങ്ങനെ ആയി മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ന് ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് തള്ളിയിടുമ്പോൾ അടുത്ത തലമുറ ഇതിൻ്റെ ആവശ്യക്കാരായി മാറും. സോ നമുക്ക് ക്വാളിറ്റി കൂടിയ ലൈഫിന് വേണ്ടി മറ്റ് രാജ്യങ്ങളെ അന്വേഷിച്ചു പോകുന്നതിന് പകരം നമ്മുടെ ആൾക്കാർ ഈ ക്വാളിറ്റി ഉള്ള ലൈഫിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ക്വാളിറ്റി ലൈഫ് സ്റ്റൈലിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ ഉപകരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിൽ 11ാമത്തെ സ്റ്റാൻഡേർഡ്. ദ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ സേഫ് കൊളാബറേറ്റീവ് ആൻഡ് കൺസിസ്റ്റൻറ്റ് മാനർ എന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ്. അത് ഈ 5 ഒബ്ജക്റ്റീവ് എലമെൻ്റ് നമുക്ക് എല്ലാം കമ്മിറ്റ്മെൻ്റ് ആണ്. വിശദമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം.